ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. 2025 ഞാൻ സിംഗിളാണ്. ഇതാരെ പറയണമെന്നറിയാം? നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നമ്മുടെ മോഹൻലാലിൻ്റെ കൂടെ തന്മാത്രയിൽ അഭിനയിച്ച മീര വാസുദേവ്. മീര വാസുദേവ് എത്ര കല്യാണം കഴിച്ചു എന്നല്ലെങ്കിൽ മൂപ്പരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല നമ്മൾ പരിശോധിക്കുന്നത്. മൂപ്പരിപ്പോൾ കല്യാണം കഴിച്ചത് ഒഴിവായി. അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മുൻപേ പ്രചരിച്ച് പല വ്യാജ വാർത്തകളും വന്നതോടുകൂടിയിട്ട് അതിനെല്ലാം ഒരു കടിഞ്ഞാണിട്ടുകൊണ്ടാണ് നമ്മുടെ മീര വാസുദേവ് പറഞ്ഞത്. പ്രവീണുമായിട്ടുള്ള വിവാഹം ഞാൻ ഒഴിവാക്കി എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവീൺ ക്യാമറമാനാണ്. അദ്ദേഹത്തിന് പ്രായം കുറഞ്ഞ ആളും മീരത്തിന് പ്രായം കൂടിയ ആളും. എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സുഖം ഞാൻ അനുഭവിക്കുക എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സുഖം നിങ്ങളൊന്ന് അനുഭവിക്കുക. അത് ആണായാലും പെണ്ണായാലും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീര വാസുദേവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തല നമ്മൾ വേറൊരാളുടെ കക്ഷത്ത് കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൈ നമ്മുടെ തലയോണയാക്കി ഉപയോഗിച്ചാൽ അവർ നമുക്ക് ഉറക്കം വരുമ്പോൾ അവർ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്യില്ല. ഇനി എനിക്ക് കല്യാണമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വളരെയധികം ബിസിയാണ്. ഞാൻ എൻ്റെ കരിയറിനെ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്തതെല്ലാം തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യരാകുമ്പോൾ തെറ്റ് ചെയ്യും, അത് തിരുത്തും ചെയ്യും. തെറ്റുകൾ ചെയ്തതൊക്കെ തിരുത്തിക്കൊണ്ട് ഒറ്റയ്ക്കുള്ള ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മീര വാസുദേവനിരിക്കട്ടെ ഒരു ഗുഡ് സല്യൂട്ട്. എന്തെങ്കിലും ഇപ്പോഴെങ്കിലും ചിന്തിച്ചല്ലോ, നല്ല കാര്യമാണത്. പോരാത്തതിന് നമ്മളൊരു വിവാഹബന്ധം നമുക്ക് ദുരന്തമായാൽ പിന്നെ സ്ത്രീയായാലും പുരുഷനായാലും രണ്ടാമതൊരു വിവാഹബന്ധത്തിലേക്ക് എടുത്ത് ചാടരുത്. നിങ്ങൾ വേണ്ടതിൽ കാശുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ വല്ല പ്രേമിക്കുകയാണെങ്കിലോ അവരൊക്കെ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും സാധിക്കാം. പക്ഷെ ഒരു പെണ്ണിനെ കൂടെ കൂട്ടരുത്. ഒരു ആണ് പെണ്ണിനെ കൂടെ കൂട്ടരുത്. ഒരു പെണ്ണ് ഒരു ആണിനെ കൂട്ടരുത്. അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ മീര വാസുദേവ് പറഞ്ഞ പോലെ അതൊരു ബാധ്യതയായിട്ട് വരും. ബാധ്യത എന്ന് മാത്രമല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമായിട്ട് വരും കൂടെയുള്ള ആളുടെ. അതിനും ഭേദം നമുക്ക്